ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്നൊരു സവാള വട ഉണ്ടാക്കിയാലോ? ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇതുപോലെ വളരെ കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. ആ 10 മിനിറ്റ് ആകുമ്പോഴേക്കും അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി മാറ്റി വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. സവാളയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊടികൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അതിലുള്ള മൈദ ആണെങ്കിലും കടലമാവാണെങ്കിലും കുറച്ചേ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഉള്ളിലുള്ള വെള്ളം തന്നെയാണ്, വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. കൈ കൊണ്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയി കിട്ടണം കേട്ടോ. ഒരുപാട് പൊടികളൊന്നും ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോകും, ഉൾഭാഗം വെന്ത് കിട്ടൂല. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മഴയും തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അത് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളത് കൂടി അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ
ക്രിസ്പി ആയിട്ടുള്ള സവാള വട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം.